ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്നലെ അർദ്ധരാത്രിയിൽ മർഡർ ഓഫ് ദ ഡെമോക്രാറ്റിക് ഇന്ത്യ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഒരു വീഡിയോ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ യൂത്ത് ഒന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോഴത്തേക്കിന് ഇത്രയും നാളും മിണ്ടാണ്ടിരുന്ന നരേന്ദ്രമോദി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനെ കൊണ്ട് പറ്റാണ്ടിരുന്ന നരേന്ദ്രമോദി അവസാനം ഉറക്കം കിട്ടാഞ്ഞിട്ട് ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ഗതികെട്ട ഒരു അവസ്ഥയായിരുന്നു നരേന്ദ്രമോദിക്ക്. ഓക്കെ, ആൻഡ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം വിഷയങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഷോക്ക് ആവരുത്. നിങ്ങൾ ഒരിക്കലും ഇതിനകത്തു നിന്ന് ഡെസ്പറേറ്റ് ആയി പോരും, അല്ലെങ്കിൽ നിങ്ങൾ ഡൈവേർട്ട് ആയിട്ട് കാര്യങ്ങളൊന്നും പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലും ഈ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിൽ ഓൾവേസ് ഹാവ് എ പ്ലാൻ ബി. അത് എത്ര തെണ്ടിത്തരമാണെങ്കിലും എത്ര തന്തയില്ലായ്മയാണെങ്കിലും അവന്മാരത് കാണിക്കും. കാരണം ഈ ഒരു വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടണം എന്നുണ്ടല്ലോ. എന്താണെങ്കിലും ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് എന്താണെങ്കിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് വന്നു കഴിഞ്ഞാൽ പുറകെ എന്തൊക്കെ കാര്യങ്ങൾ വരേണ്ടതായിട്ട് അല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1947 ഓഗസ്റ്റ് 15 മുന്നേ നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളോളം ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാനെ കൊണ്ട് നമ്മുടെ കയ്യിൽ ടൈം മെഷീനോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്ര നാൾ നിന്നത് എന്നുള്ളത് മനസ്സിലാക്കാനെ കൊണ്ട് നമ്മൾ വളരെ കുറച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രം നോക്കിയാൽ മതി. ഒന്ന് ദിയകൃഷ്ണയുടെ വാലറ്റത്ത് കിടക്കുന്ന കൃഷ്ണകുമാർ, സിന്ധു കൃഷ്ണ, പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, പേളിമാണി, ഇവരെയൊക്കെ ഒന്ന്, പിന്നെ മേജർ രവി, ഇവരെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷങ്ങളോളം അല്ലെങ്കിൽ 47 മുന്നേ എന്തുകൊണ്ടാണ് നമ്മൾ അടിമകളായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി വെച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഇതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് ഇത് പേളിമാനിയുടെ വിഷയം നമ്മൾ ഇവിടെ സംസാരിക്കുന്നില്ല, അത് സെപ്പറേറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാതെ ഇവിടെ വന്നിട്ട് ഒരു ഡിപ്ലോമസി ഭയങ്കര വെൽ പ്ലേഡ് ആയിട്ടാണ് പേളിമാനയുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുള്ളത്. സെപ്പറേറ്റ് സംസാരിക്കേണ്ട വിഷയമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് സംസാരിക്കാം. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് കൃഷ്ണകുമാറിന് ആൻഡ് ഫാമിലിനെ കുറിച്ചിട്ടാണ്. കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെ ആ ഡൽഹി, എന്താ ഡൽഹിയിൽ നീ അങ്ങ് വന്ന് മൂഞ്ചുവോ, അറിയാൻ മേലത്തോണ്ട് ചോദിക്കും, അങ്ങ് വന്ന് മൂഞ്ചുവോ അങ്ങ്. ഇത് ഇന്ത്യയാണ്, നിന്റെ ഒന്നും തന്തയുടെ വകയല്ലേ ഈ രാജ്യം, പറഞ്ഞ മനസ്സിലായില്ലേ? ഡൽഹിയിൽ അങ്ങ് തൊലിക്കുമെന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താ നിങ്ങൾ അച്ചാച്ചാന്ന് വിളിക്കുന്ന, നിങ്ങളുടെ മോള് മുത്തച്ചാന്ന് നിങ്ങൾ അച്ചാന്ന് വിളിക്കുന്ന നരേന്ദ്രമോദി ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം രാത്രി ഉറക്കം ഇല്ലാതെ അവസാനം വീഡിയോ ചെയ്യേണ്ട ഒരു ഗതികെട്ട അവസ്ഥ വന്നു. എന്തുകൊണ്ടാണ്? അവിടെ പോലീസുകാരെ ഇപ്പം ലാത്തി ചാർജും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കിനെ വിചാരിച്ചു ഇവിടുത്തെ ഇന്ത്യയിലെ യൂത്ത് അല്ലേ പേടിച്ചങ്ങ്, ജെൻസി പിള്ളേരല്ലേ പേടിച്ചങ്ങ് വിറച്ചങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അവർ പൂർവാധികം ശക്തിയോടുകൂടെ തന്നെ നമ്മളെല്ലാവരും തിരിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതുകൊണ്ട് അവസാനം മൂഞ്ചി തെറ്റിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിലാണ്. പിന്നെ ഇതും വെച്ചിട്ട് ഇവിടെ എന്തോ തീവ്രവാദികളാണ് വന്നേക്കുന്നത്. സ്റ്റുഡൻസ് അല്ലേ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ അവിടെ അവർക്ക് വേണ്ടിയിട്ട് വന്നു, നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ചിന്തയിൽ എത്രയോ ആൾക്കാർ വന്നു. നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണൻ ഇട്ടേക്കുന്നതാണ്, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഇട്ടേക്കുന്ന പോസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ്. അതിന്റെ ബാക്കിയായിട്ട് ഈ തന്തയുടെ മോളല്ലയോ, അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറയുമോ? ഇനി ഇതിന്റെ തൊട്ട് പുറകെ തന്നെ സിന്ധു കൃഷ്ണയാണെങ്കിൽ മോദിയുടെ ആണെങ്കിൽ ഈ ഫസ്റ്റ് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇത്തരത്തിൽ ഇങ്ങനൊരു വിഷയത്തിൽ സംസാരിക്കാണ്ടിരുന്ന പല ആൾക്കാരും ഈ മോദിയുടെ ഇത് വന്നതിന് ശേഷം മാത്രം ഇതെടുത്ത് സ്റ്റോറി ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുവരെ എന്തോ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നു. സിന്ധു കൃഷ്ണ ഇട്ടു. എന്നിട്ട് സിന്ധു കൃഷ്ണ എടുക്കുന്ന അടുത്ത സാധനമാണ്, നീതിയുക്തവും വിശ്വസനീയമായ സംവിധാനം വിദ്യാർത്ഥികൾ അർഹിക്കുന്നുണ്ട്. കൃഷ്ണകുമാറിന്റെ നിലപാടിന് നേർ വിപരീത പ്രതികരണവുമായി അഹാന. നഷ്ടപ്പെടുന്നത് വെറും ഒരു പരീക്ഷ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്. Come on guys, what do you all want? Don't twist news. When do you all wait so much time for making these memes? Please be more productive for God's sake. My heart goes out to all the children and parents affected by the NEET and CBSE issue. The government has promised to do the needful and I do trust the system, but the vandalism and anti-national activities happening behind the name of students protest can not be accepted. Peace for all this, what is needed എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു സംഭവമാണ്. അത് ആൾക്കാർ ടെസ്റ്റ് ചെയ്തെന്നുള്ളതാണ് പറയുന്നത്. ഈ കൂട്ടത്തിൽ ഈ അഹാന ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ്, അതിനകത്ത് വേറെ കുറച്ച് കാര്യമുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. അപ്പം ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യാമെന്നുള്ളത്. ഗവൺമെന്റ് എന്നാ വാങ്ങാത്തോളം ചെയ്തെന്നാണ്. ഇത്രയും പിള്ളേർ, ഇത്രയും സ്റ്റുഡൻസ്, ഇന്ത്യയുടെ നാളത്തെ യൂത്ത്, ഇന്ത്യയുടെ ഭാവി വന്നിട്ട് ഇതുപോലെ അവിടെ ഇത്രയും ദിവസം പ്രൊട്ടസ്റ്റ് ചെയ്ത് ഒരു മനുഷ്യൻ നിരാഹാരം കിടന്നതിന്റെ പേരിലാണോ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഗവൺമെന്റ്, നിങ്ങൾ അച്ചാച്ചാന്ന് വിളിച്ച് നടക്കുന്ന മോദി ഇത് വലിയൊരു പരാജയമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ ഗവൺമെന്റ് കൃത്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇതൊന്ന് നേരത്തെ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പൊ സംസാരിച്ചത്? ലാത്തി ചാർജ്, എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് തല്ലിച്ചതച്ചത്?
അപ്പോഴൊന്നും ഈ പ്രോമിസോ മാങ്ങാത്തൊലി ഒന്നും കണ്ടില്ലായിരുന്നല്ലോ, നിങ്ങളുടെയൊക്കെ കണ്ണി കുരുവായിരുന്ന. എന്ത് മനസ്സാക്ഷിയില്ലാത്ത എണ്ണങ്ങളാണ് നീയൊക്കെ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പ്രിവിലേജ്ഡ് ഫാമിലിയാണ് മാങ്ങാത്തൊലി. ഇനി ഇത് കഴിഞ്ഞ് ഇവരുടെയൊക്കെയാണ് പാകിസ്ഥാൻ ഈസ് സപ്പോർട്ടിങ് CJP, ബംഗ്ലാദേശ് ഈസ് സപ്പോർട്ടിങ് CJP, ചൈന ആൻഡ് CAA ഈസ് സപ്പോർട്ടിങ് CJP, ജിഹാദീസ് ആൻഡ് നക്സൽസ് ഈസ് സപ്പോർട്ടിങ് CJP. ഡു യു നീഡ് മോർ പ്രൂഫ് ദാറ്റ് CJP ഈസ് ആന്റി നാഷണൽ? ഇനി അതിന്റെ പുറകെ തന്നെ ഈ ജനം TV നല്ല രീതിയിൽ കടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. ഡൽഹി കലാപത്തിന് പാക് പിന്തുണ, വ്യാജ വീഡിയോകളും ദൃശ്യങ്ങളും ഉപയോഗിച്ച് കലാപത്തിന് ആഹ്വാനം പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നതാണ്. ഇങ്ങനെ ഈ പാകിസ്ഥാന്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഫണ്ട് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ച് ചെയ്തു, നക്സൽസ് അത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് സിന്ധു കൃഷ്ണ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മോദിജി ഇത്രയ്ക്ക് കഴിവ് കെട്ട ഒരു കഴിവില്ലാത്ത ഒരു വെകിളിയാണോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്, പിന്നെ സെൻട്രൽ ഏജൻസീസ്, NIA, ഇത് ഈ പറയുന്ന എല്ലാ ഏജൻസീസ് ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഫണ്ട് ഒഴുകുന്നതും അവർ അങ്ങനെ ഇങ്ങനെയൊക്കെ ആന്റി നാഷണൽസ് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഇത് ഇത്രയും ദുരന്തർ സിനിമയ്ക്കകത്ത് എന്താ നമ്മളെ കാണിച്ചത്? മോദിജി വന്നു, രക്ഷകനാവുന്നു, ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ഇല്ലീഗലായിട്ടുള്ള ആന്റി നാഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രൊപ്പഗണ്ട മൂവി ഇറക്കി വിട്ടപ്പോഴത്തേക്കിന് എന്താണ്, മോദിജി സൂപ്പർ ഗിഡിലെന്നൊക്കെ പറഞ്ഞ് ഫീഡ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതേ മോദിജി എന്താണ് റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും പറ്റുന്നില്ലേ മോദിജിക്ക്? അപ്പൊ മോദിജിയുടെ കഴിവുകേടല്ലേ അങ്ങനെ ഇവര് ഈ പറയുന്നവർക്കെല്ലാം ഈ പറയുന്ന ഫണ്ട് കിട്ടിയെന്നോ അങ്ങനെ പറയുമ്പോൾ മോദിജിയുടെ കഴിവുകേടല്ലേ? അപ്പൊ ഇന്റലിജൻസ് ബ്യൂറോ, NIA, ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ഏജൻസീസ് ഒക്കെ എന്താണ്, ഉണ്ണാക്കന്മാരാണോ? റോയൊക്കെ ഉണ്ണാക്കന്മാരാണോ? അത് കൊള്ളാമല്ലോ, അത് തന്നെ ഒരു വർത്താനാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ ഫണ്ട് ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത് തടയാൻ പറ്റാത്ത രാജ്നാഥ് സിംഗും അമിത്ഷായൊക്കെ രാജിവെക്കുക എന്നുള്ളതാണ്. കാര്യം അവർ കഴിവെട്ടവരാണ് അല്ലേ? ഇതിനാരെ അക്കൗണ്ടബിൾ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവരല്ലേ, അവരുടെ കഴിവുകേടല്ലേ? അപ്പൊ അവരൊക്കെ പോയി രാജിവെക്കുക എന്നുള്ളത് നിങ്ങൾ പറയണം, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ. ഈ മലം TVന്റെ അടുത്തും സിന്ധു കൃഷ്ണനെ പോലുള്ള ആൾക്കാരുടെ അടുത്താണ് പറയാനുള്ളത്. ഇനി അഹാന കൃഷ്ണയുടെ പോസ്റ്റിലോട്ട് വരാം. It is painful to watch child's hope get shaken by something that was never in their control. Behind every exam is a story we don't always see. Years of preparation, sacrifice and belief that hard work will lead somewhere. Behind every headline are real young people with real dreams and real families hoping for a better future for them. I have seen this closely with friends who spent years preparing for an exam only to have it cancelled a day before. I have seen how devastating that is. Now it shakes not just their plans but their sense of what's fair, and it isn't the same for everyone. For a child from privileged home, a setback is a setback, but for a child from a family with very little education, often the one path they have been told will change their life. When that trust is broken, it isn't just an exam that's lost, it's family's hope. However, is responsible for these lapses needs to be held accountable clearly and without exception. Our children deserve a system that is transparent, fair and worthy of trust they place in it. I truly hope for a day when no child has to carry this burden, when hope once given is never taken away so easily എന്ന് പറഞ്ഞുകൊണ്ട് അഹാന കൃഷ്ണൻ ഇട്ടേക്കുന്ന പോസ്റ്റാണ്. ഇതിനകത്ത് ഈ സ്റ്റുഡൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കഷ്ടപ്പാടിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ അഹാന കൃഷ്ണൻ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഇതിട്ടതിൻ്റെ തൊട്ട് പുറകെ മറ്റേ തൻവിയായിട്ട് ഉണ്ടായിരിക്കുന്ന ഇവരുടെ മറ്റേ ഫാമിലി വിഷയം ഉണ്ടല്ലോ, ഇതിന്റെ അടുത്തൊരു സാധനം ഇട്ടേക്കുക. അപ്പൊ എന്താണ് ഈ ഒരു കാര്യത്തിൽ ഇവരുടെ ഒരു ആൾക്കാരുടെ സപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത് നമ്മൾ ഡൗട്ട്ഫുൾ ആയി പോകും. കാരണം എന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് പുറകെ ഒരു ഫാമിലി വിഷയം. അപ്പൊ പിന്നെ എനിക്ക് കൃഷ്ണകുമാറിന്റെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പൊന്നു കൃഷ്ണകുമാരെ, പട്ടി വരെ കാണിക്കും. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ ഇമാതിരി വർത്താനം പറയുമ്പോഴേ, എടാ ആദ്യം തന്റെ വീട്ടിലെ പ്രശ്നം ആദ്യം പരിഹരിക്കണോ. അത് പറ്റാത്തവനാണ് ഡൽഹിയിലെ മറ്റേ അങ്ങ് തൊലിക്കാൻ പോകുന്നത്. സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിയത്തില്ല. താണ്ട് ഇപ്പോഴും മോൾ ഇട്ടേക്കാണ്, ഇങ്ങനെ ഒരു പോസ്റ്റിന്റെ തൊട്ട് പുറകെ ഇട്ടേക്കാണ്, എൻ്റെ വീട്ടിലെ തൻവിയായിട്ടുള്ള ആ ഒരു വിഷയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇട്ടേക്കാണ്. അത് പരിഹരിക്കാൻ അറിയാത്തൊരുത്തനാണ് ഡൽഹിയിൽ അങ്ങ് തൊലിക്കാനും മറിയാനും അങ്ങ് പോകുന്നത്. ഹോ എൻ്റെ പൊന്നെ. ഇതിന്റെ തൊട്ട് പുറകെ ഇതുപോലെ അഹാന കൃഷ്ണയുടെ പോസ്റ്റ് എടുത്ത് ദിയ കൃഷ്ണ റീഷെയർ ചെയ്തിട്ടുണ്ട്. അല്ല ദിയ കൃഷ്ണ, കഴിഞ്ഞ ദിവസം നിങ്ങളല്ലേ ഈ രീതിയിൽ വിപരീതമായിട്ടുള്ള രീതിയിൽ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇട്ടത്? നിങ്ങളുടെ വാലിൻ്റെ അടുത്തുള്ള ദിയ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണകുമാറിനെ തന്നെയല്ലേ നിങ്ങൾ അച്ചാന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആരെയൊന്നും അല്ലല്ലോ അച്ചാന്ന് വിളിക്കുന്നത്. ഓരോ സമയത്ത് ഓരോരോ രീതിയിലാണ്. എപ്പോഴും ഒരു കാര്യമുണ്ട്, ഇതിട്ടതിൻ്റെ തൊട്ട് പുറകെ തന്നെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ പ്രാണികളെ പിന്തുണയ്ക്കുന്നില്ലെന്ന കാരണത്താൽ ഞങ്ങളെ നട്ടലില്ലാത്തവരെന്ന് വിളിക്കുന്നത് ക്രൂരത. അത് ക്രൂരതയല്ലല്ലോ, അതൊരു സത്യമല്ലേ. പ്രാണികളെ നിങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടീനെ പിന്തുണയ്ക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനകത്തൊന്നും ഇവിടെ ആർക്കൊന്നും പറയില്ല. പക്ഷേ ഈ ഒരു സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ, നമ്മുടെ ഭാവിയുടെ കാര്യത്തിൽ, നമ്മുടെ ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നട്ടലില്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു ക്രൂരതയായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് പറയരുത്. പിന്നെ
കോപ്പി അടിച്ചാണ് ജയിച്ചതെന്ന് പറഞ്ഞ മക്കളുടെ അച്ഛന് ചോദ്യപേപ്പർ ചോർച്ച പ്രശ്നമല്ലല്ലോ. ഡൽഹി സമരത്തെ പരിഹസിച്ച കൃഷ്ണകുമാറിന് മറുപടിയായി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പോസ്റ്റ് ആർട്ടിക്കിൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കോപ്പി അടിച്ചാണ് ഈ ദിയാകൃഷ്ണനെ പോലുള്ള ആൾക്കാരൊക്കെ എക്സാം ഒക്കെ പാസ്സായി എന്നുള്ള പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഈ ഫാമിലിക്കൊന്നും അല്ലെങ്കിൽ ഈ ദിയാകൃഷ്ണനെ പോലുള്ളവർക്കൊന്നും ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതിന്റെ തൊട്ട് പുറകെ കഴിഞ്ഞ ദിവസം നടന്നു ആൾക്കാർ തെറി വിളിച്ചപ്പോഴത്തേക്കും അത് മാറ്റി തൊട്ടടുത്ത സാധനം ഇടുന്നു. എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കടേ, എവിടെയെങ്കിലും ഒന്ന് ഉറച്ച്. കൃഷ്ണകുമാരനെ തന്നെ അല്ലേ നിങ്ങൾ അച്ചാന്ന് വിളിക്കുന്നത്, വേറെ ആരെയൊന്നും അല്ലല്ലോ. ഇതിന്റെ തൊട്ട് പുറകെ ദിയാകൃഷ്ണൻ ടേക്കുന്ന അടുത്തൊരു സ്റ്റോറിയാണ്. ബൈ ദ വേ സമ്മൺസ് ഫാദർ ജസ്റ്റ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി വൈ സോ ഇൻഹ്യൂമനേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടേക്കാണ്. എൻ്റെ പൊന്നോ, എടേ ഗോദി മീഡിയാസ് അവിടെ വന്നിട്ട് ഫീഡ് ചെയ്യുന്നത് എന്താ? മോദീനെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള സാധനങ്ങൾ അവിടെ വരുമ്പോഴത്തേക്കിന് പിള്ളേർ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അവരെ പൂമാല ഇട്ട് പൂജിക്കുന്ന ഒരു സംഭവം ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം. ഈ സാധനത്ത് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വരുമ്പോൾ ആൾക്കാരെ നല്ല പച്ചയ്ക്ക് അപരാധം പറഞ്ഞ മനസ്സിലായില്ലേ? നല്ല രീതിയിൽ കളിയാക്കിയിട്ട് ആട്ടി ഇറക്കി വിടും. പറഞ്ഞ മനസ്സിലായില്ലേ? മോദിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. ഇത്രയും നാളും അവരവിടെ കിടന്ന് പട്ടിയെ പോലെ ഇരുന്നപ്പോഴും ഒരു മീഡിയാസും വന്നിട്ട് പുണയ്ക്കാൻ വന്നില്ലല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അതിൽ തന്നെയല്ലേ അവർ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ വൈദവേ ഈ പറയുന്ന ഒരു ഫാദർ അതിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു പറയുമ്പോഴത്തേക്കിന് എത്രയോ പേരൻസിന്റെ മക്കളാണ് അവിടെ വന്നിട്ടുള്ളത്. എത്രയോ പേരൻസ് പല ആളുകളും അവിടെ വന്നിരിക്കുന്നുണ്ട്. എത്രയോ കൊച്ചു കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഹ്യൂമനേറ്റ് ആയിട്ട് അവരെ തല്ലി ചതച്ചപ്പോഴൊന്നും നിങ്ങൾക്ക് തോന്നിയില്ല. ഒരു മീഡിയ മോദീനെ നിങ്ങളുടെ മുത്തച്ഛനെ പ്രൈസ് ചെയ്യാൻ വന്നേക്കുന്ന ഇവരെ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കിന് ഇൻഹ്യൂമനേറ്റ് ആയിട്ട് തോന്നിയല്ലേ? എന്നാൽ ഇതേ സ്റ്റുഡൻസ് മറ്റ് മീഡിയാസ് വന്നിട്ട് വളരെ ജെന്യൂൻ ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന മീഡിയാസ് വരുന്ന സമയത്തേക്കിന്, അതായത് അവിടെ നടക്കുന്ന കാര്യം പുറത്തോട്ട് എത്തിക്കുന്ന വന്ന സമയത്തേക്ക് അവർ കാണിക്കുന്നത്, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ വന്ന സമയത്തേക്ക് കാണിച്ചു തരാം. അവരുടെ ബാക്ക് ഈ പുള്ളി ഇവിടെ നിന്ന് വായിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വീശാണ്, അയാൾക്കൊന്ന് വീശി കൊടുക്കുക എന്നുള്ള പറയുന്നുണ്ട്. കാര്യം അവർ നമുക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. എന്നിട്ട് ആ ഒരു വ്യക്തി ഇങ്ങോട്ട് വീശി കൊടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്രമാത്രമല്ല, ബാക്കി അങ്ങോട്ടേക്ക് ക്യാമറ അങ്ങോട്ട് ഡൈവേർട്ട് ആക്കി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവരെ തല്ലിച്ചേക്കുന്ന ആ ഡൽഹി പോലീസിന് തന്നെ ഈ സ്റ്റുഡൻസ് തന്നെ ഫുഡ് കൊണ്ട് രാത്രിയിൽ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ പറഞ്ഞ് പിന്നെ ഫുഡ് കൊണ്ട് കൊടുക്കുന്ന വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് വെച്ചാണ്. അങ്ങനെ ഹ്യൂമാനിറ്റി എന്താണെന്ന് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ പോയി നോക്കുക. ഇത്രയൊക്കെ ആയിട്ടും ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോലും ഒരു മനസാക്ഷി ഇല്ലാതെ ഡൽഹിയിൽ മറ്റേ തൊലിക്കുന്നു മറിച്ചേക്കുന്നു നിങ്ങളുടെ തന്തയുടെ അടുത്ത് പോയി പറയണം, എൻ്റെ പൊന്ന് തന്തയുടെ വകയല്ല ഈ രാജ്യം എന്നുള്ളത്. പറഞ്ഞു മനസ്സിലായില്ലേ? അവിടെ ഒന്ന് തൊലിക്കാനും. ഇത് നമ്മുടെ രാജ്യം. ദിയാകൃഷ്ണൻ, നിങ്ങൾ ഇവിടെ എല്ലാവരും ഉൾപ്പെടുന്ന നമ്മുടെ രാജ്യമാണ്. പിന്നെ ഈ കൂട്ടത്തിൽ ഇത്തിൽ കണ്ണികളായിട്ട് നിങ്ങളെപ്പോലുള്ള കുറേ എണ്ണങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ളവരുകൊണ്ടാണ് അന്ന് 100-200 വർഷത്തോളം ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? എൻ്റെ പൊന്നെ. ഇനി അതിൻ്റെ പുറകെ അടുത്തൊരു വാണമുണ്ട്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഈ അപരാധം പ്രൗഡ് ഓഫ് നോട്ട് ബീയിങ് എ ബ്രെയിൻ വാഷ്ഡ് ഇഡിയറ്റ് ഹൂസ് ഒപ്പീനിയൻസ് ആർ ബേസ്ഡ് ഓൺ ഇൻസ്റ്റഗ്രാം ട്രെൻഡ്സ്. ഐ സ്റ്റാൻഡ് വിത്ത് ദ സ്റ്റുഡൻസ്, ഐ സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് വിത്ത് സീറോ പ്രൊപ്പഗണ്ട ഇൻവോൾവ്ഡ്. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ടേക്കാണ്. സ്റ്റുഡൻസിനൊപ്പമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ യു ആർ അഗെയിൻസ്റ്റ് ദ BJP ഗവൺമെന്റ്. പറയാൻ മനസ്സിലായില്ലേ? സ്റ്റുഡൻസിനൊപ്പമാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഫ്രീഡം ഫൈറ്റ്? ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ BJPയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സ്റ്റുഡൻസിന് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭാവിക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനെയൊക്കെ ഒരു ഏകാധിപത്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന ആരാണ്? അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രീനെ അതിനെ മർഡർ ചെയ്തേക്കുന്ന ആരാണ്? നിങ്ങളുടെ മോദിജിയും ഈ പറയുന്ന ഈ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള BJP ആണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പം ഇതാണ് പറയുന്നത്. ഇവരുടെയൊക്കെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ BJPക്കെതിരെ സംസാരിച്ചത് നമ്മളൊരു ആന്റി നാഷണൽ ആയി പോവാ. അങ്ങനെ തന്നെ വിളിക്കുന്നവന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചേടാൻ കുടിക്കുക. അവന്റെ തന്തയാണ് ആന്റി നാഷണൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഇനിയും ഇത് കഴിഞ്ഞിട്ട് റോബിൻ പറഞ്ഞാണ് ബ്രെയിൻ വാഷ്ഡ് ആയില്ലെന്ന്. ഒരു ഇഡിയറ്റുകളെ ഇടുന്ന പോലെ ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് ഉണ്ട്, ബ്രെയിൻ വാഷ്ഡ് ആയില്ലെന്ന്. എൻ്റെ പൊന്നെ, ഈ വലിയൊരു ഇഡിയറ്റ് പറയുന്നത് കേട്ടിട്ടാണ് നിങ്ങൾ ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് ഗോദി മീഡിയാസ് പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ബ്രെയിൻ വാഷ്ഡ് ആയേക്കുന്ന ആരാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. തൊട്ട് പുറകെ തന്നെ വേറൊരു പോസ്റ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അരാജകവാദികൾക്കും യുവജന വഞ്ചകർക്കുമെതിരെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് യുവജന മാർച്ച് ജൂലൈ 24 പറഞ്ഞിട്ടേക്കാണ്. ഈ മാർച്ച് ശരിക്കും എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ ആണെങ്കിൽ അണ്ണാക്കി വിരലിട്ട് മാനത്തോട്ട് നോക്കി ഇരിക്കുന്നതായിരിക്കും. ഇനി പറഞ്ഞേക്കുന്ന ഈ ബ്രെയിൻ വാഷ് ചെയ്യാത്ത നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഈ ഇഡിയറ്റുകളാണല്ലോ ബ്രെയിൻ വാഷ് എല്ലാവരും ചെയ്യുകയാണെന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അവിടുത്തെ കുറച്ച് റിയാലിറ്റി ഞാൻ കാണിച്ചത് ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഡൽഹി പോലീസ് യൂസിങ് ഫേഷ്യൽ റെക്കഗ്നീഷൻ വാൻ സിസ്റ്റം ഓൺ പ്രൊട്ടസ്റ്റേഴ്സ് ഗെറ്റിംഗ് നെയിം അതർ ഡീറ്റെയിൽസ് ലൈവ് എന്നും പറഞ്ഞിട്ട് ഇട്ടേക്കാണ്. അതായത് അവരുടെ ഫേസ് ഒക്കെ വെച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. पहले पुलिस हटा रही है यहाँ से हम लोगों को. जल्दी देखिए, आप फोटोज आ रहे हैं, सबका नाम आ रहा है, सबकी डिटेल्स आ रहे हैं, लड़कियों के भी फोटोज हमें यहाँ पर नजर आ रहे हैं. आप देख सकते हैं यहाँ पर कितनी ज्यादा स्क्रूटनी है दिल्ली पुलिस की. यहाँ पर देखिए डिटेल्स हमें नजर आ रहे हैं, हम नाम भी पढ़ पा रहे हैं थोड़े बहुत. और यहाँ पर लड़कियां जो भी इस कैमरे के सामने आ रहे हैं उसका जो डिटेल्स है वो यहाँ सामने आपको लैपटॉप पे स्क्रीन पर
पर नजर आ जाएगा। तो ये दिल्ली पुलिस ने यहाँ पर एक फेशियल रिकॉग्निशन सिस्टम भी लगा रखा है, मतलब हद है। अब तो प्रोटेस्टर्स कहीं पर भी सेफ नहीं है, उनकी डिटेल्स नहीं कर सकते और उसका मिसयूज कभी भी किया जा सकता है। ഇപ്പം ഡോക്ടർ റോബിനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പെഹൽഗാമിൽ അറ്റാക്ക് നടന്ന സമയത്തേക്ക് അവിടെ ഇത്തരത്തിലുള്ളൊരു സിസ്റ്റം ഒന്നും ചെയ്യാനോ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞേക്കുന്ന ആൾക്കാർക്കൊന്നും പറ്റിയില്ലേ? ഇവിടെ സ്റ്റുഡൻസ് അല്ലേ അവിടെ വന്നേക്കുന്നത്, ടെററിസ്റ്റ് ഒന്നും അല്ലല്ലോ. ഈ വന്നേക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഇത് ചെയ്യുന്നു. അപ്പോൾ പെഹൽഗാം അറ്റാക്കിൽ ഇതുപോലെ അറ്റാക്കുകൾ വന്നപ്പോൾ എന്തുകൊണ്ട് അന്ന് അവിടെ അത് ചെയ്തില്ല, ഇവിടെ മാത്രം അത് ചെയ്യുന്നു? ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് ഉത്തരം കാണത്തില്ല. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ ഗോദി മീഡിയാസ് പടച്ചുവിട്ടേക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ സംഘ ഹാൻഡിൽസിൽ നിന്ന് ഇവരുടെ വന്നേക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതായത് ഈ സ്റ്റുഡൻസ് ചെയ്യേണ്ടുന്ന കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലേഡീനെ, അതായത് വന്നേക്കുന്ന ഒരു മീഡിയ റിപ്പോർട്ടറിനെ ഒരുത്തം കയറിയിട്ട് ഇങ്ങനെ കയറി കടന്നു പിടിക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഇതാണോ സ്റ്റുഡൻസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ പറഞ്ഞേക്കുന്ന സെയിം ആളുമായിട്ട് ഈ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞതല്ലോ, ഈ ആളുമായിട്ട് ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നു വരുന്ന മറ്റു വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതെന്താണ്? അവർ കംഫർട്ടബിൾ ആയിരുന്നു, ഈ ഒരു വ്യക്തി തോളെ കയറ്റിയ സമയത്തൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു, കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല, സീനൊന്നും ഇല്ലാതാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചിട്ട് നേരെ ഇത് സ്റ്റുഡൻ്റ് ആക്കി മാറ്റി. സോ ഇവിടുത്തെ റിയാലിറ്റി എന്താണെന്നറിയോ? ഈ പെണ്ണുമ്പിള്ള ഈ ഗോദി മീഡിയയ്ക്ക് പ്രൈസ് ചെയ്യുക അല്ലെങ്കിൽ മോദിനെ പ്രൈസ് ചെയ്യാൻ വന്നേക്കുന്ന ഈ ഗോദി മീഡിയയുടെ പാർട്ടായിട്ടുള്ള ഇവര് അവിടെ നിന്ന് മയക്കും കൊണ്ട് ഇവിടെ ആൾക്കാർ ഇങ്ങനെ കളിയാക്കാൻ ഇതൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിന് മറ്റേ ദിയകൃഷ്ണ പറഞ്ഞ ഇൻഹ്യൂമനേറ്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് മയക്കും കൊണ്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനും ഇതിനൊക്കെ പോയപ്പോഴത്തേക്കിന് അവർ കിടന്നങ്ങോട്ട് തിരിച്ചങ്ങോട്ട് നല്ല വർത്താനം പറയാനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങി. അവരങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിനാണ് ഇവൻ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇതാണ് റിയാലിറ്റി. നിങ്ങളുടെ ഗോദി മീഡിയ നേരത്തെ പറഞ്ഞ പോലെ സം ഇഡിയറ്റ്സ് ബ്രെയിൻ വാഷ് ചെയ്യാനെ കൊണ്ട് നിൽക്കുന്ന ട്രെൻഡ് അല്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ വേണം നിങ്ങൾ മനസ്സിലാക്കാനൊക്കെ. ഓക്കെ, ഇനി ഇവിടെ തന്നെ ഒരുപാട് ഫേക്ക് ന്യൂസസ് വരുന്നുണ്ട്. അതുൽ വീസസ് വേൾഡിലെ ആ ഒരു അതുൽ ബ്രോ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ അതോടെ ഞാൻ കൊണ്ട് പ്ലേ ചെയ്യാം. ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം കാണുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മണ്ടന്മാരാക്കി എന്ന് വിചാരിച്ചാൽ മതി. ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റും പിള്ളേർക്ക് അടികിട്ടുന്നതും ലാത്തി ചാർജും എല്ലാം ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം കൂടെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും അറിയാതെ പോകരുത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഫേക്ക് ന്യൂസ്. നിങ്ങൾ കാണുന്നത് എല്ലാം മിസ്ഇൻഫോർമേഷൻ ആണ്. ഞാൻ ചുമ്മാ പറയുന്നല്ല, ഈ വീഡിയോൻ്റെ ബാക്കി ഞാൻ എല്ലാം പറഞ്ഞുതരാം. കുറേ ലിസ്റ്റ് ഉണ്ട്, അതിലൊരു മേജർ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നുണയായിരുന്നോ നിങ്ങൾ അപ്പം ചിന്തിക്കും. കാരണം ഞാനിത് ആദ്യം കേട്ടപ്പോൾ എല്ലാം വിശ്വസിച്ച കാര്യങ്ങളാണ്. ഇറ്റ്സ് ഫക്കിംഗ് ലൈക്ക് ഷോക്കിംഗ്. ആദ്യം ഉള്ളൊരു സംഭവമാണ്, അതായത് US എംബസീൻ്റെ ഒരു വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ജൂലൈ 20-ാം തീയതി ഒരു വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത് ഡൽഹിയിൽ, നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ജൂലൈ 17-ാം തീയതി അവരിട്ടൊരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇട്ട് CAA-കാർക്ക് ഇത് നേരത്തെ അറിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഡ് വീഡിയോസ് ഒന്നും കാണാൻ പറ്റും. ഇതെന്താ സംഭവിച്ചതിന് വേറെ ഒന്നുമില്ല. 9-ാം തീയതി ജൂലൈ 9-ാം തീയതി തന്നെ എല്ലാ ന്യൂസ് മീഡിയക്കാരും ഇത് പറഞ്ഞിട്ടുണ്ട് 20-ാം തീയതി ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് എന്നത്. CJP ആൾക്കാർ പറഞ്ഞിട്ട് എല്ലാവരും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കിട്ടും. അപ്പോൾ 9-ാം തീയതി തന്നെ എല്ലാവർക്കും അറിയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ആണ് ഇത് ഈ എംബസിക്കാരുടെ ഒരു സംഭവം, കോമൺ സംഭവമാണ്. അതിപ്പോൾ ഇറാനിൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസി ഇറാനിലുള്ള ഇന്ത്യക്കാർക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇടും, യുദ്ധം ഇങ്ങനെ ദിവസം ഉണ്ട്, എല്ലാവരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇടും. അത്രേ ഉള്ളൂ, ഇത് വേറെ ഒന്നുമല്ല. പിന്നെ അടുത്തത് ഒരു ഹൈഡ്രജൻ ട്രെയിനിനെ കുറെ പേര് കല്ലെറിയുന്നത്. അപ്പോൾ CJP പ്രവർത്തകർ ഇതാ കല്ലെറിയുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരുപാട് പേര് അത് പോസ്റ്റ് ചെയ്യുന്നു. എന്താ സംഭവം? ഇത് ബീഹാറിൽ ഒരു 1.5 മാസം മുന്നേ നടന്നിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ എന്തോ ഒരു പോലീസിന്റെ എക്സാമിന് പോകാൻ പറ്റാണ്ട് ട്രെയിൻ എന്തോ മുടങ്ങിയതിന് ആൾക്കാർ കല്ലെറിയുന്ന ഒരു വീഡിയോ ആണ്. അത് ഫുൾ ഫേക്കാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാൻ അടുത്തൊരു നെറേറ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ CJPന്റെ പ്രൊട്ടസ്റ്റ് നീറ്റിന് വേണ്ടിയൊക്കെ ആണെങ്കിലും ഇപ്പൊ അതിൽ കുറെ ആന്റി നാഷണൽസും വേറെ കുറെ അജണ്ടയാണ് അവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ അതിലൊരു മെയിൻ സംഭവം വന്നത് ഒരു കുട്ടി ഒരു പാലസ്തീൻ്റെ ഫ്ലാഗ് പിടിച്ച് പോകുമ്പോൾ പോലീസുകാരെ പിടിച്ച് വലിക്കുന്നത്. അപ്പോൾ കണ്ട പാലസ്തീൻ്റെ ഇതൊക്കെ എന്തിനാണ് ഇവിടെ നീറ്റിൻ്റെ ഇത് എന്ന് പറയുന്നത്, അതാണെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? 2023 നടന്ന ഒരു പ്രൊട്ടസ്റ്റിന്റെ വീഡിയോ ആണ്. അതിനാണ് ഇപ്പൊ നടന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഇത് എല്ലാ സൈഡിലും ഉണ്ട്. വേറൊരുത്തൻ അവന് മുഖത്ത് അടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ അടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് മോങ്ങുന്നുണ്ടായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. അവന്റെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ പോലീസിന്റെ അടുത്ത് പോയി പെപ്പർ സ്പ്രേ അടിച്ചിട്ടാണ് ഈ അടി മുഴുവൻ കിട്ടിയിരിക്കുന്നത്. അവന് പിന്നെ അടി കിട്ടാണ്ടിരിക്കും, പോലീസിനെ പെപ്പർ സ്പ്രേ അടിച്ച് അവര് പിന്നെ നോക്കിയിരിക്കും. അപ്പൊ അങ്ങനെയും കുറെ ഫേക്ക് ന്യൂസുകൾ കേട്ടല്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതുപോലത്തുള്ള ഒരു ഫേക്ക് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെ ബ്രെയിൻ വാഷ്ഡ് ആവുന്നത് സത്യത്തിൽ ആരാണെന്നുള്ളതൊന്ന് സ്വയം ചിന്തിച്ച് വെക്കുക. ഇവിടെയും തീർന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് ഡൽഹി പോലീസ് അവിടെ ഈ പറയുന്ന വന്നേക്കുന്ന വിദ്യാർത്ഥികൾ അവിടെയൊക്കെ വണ്ടികൾ തല്ലിച്ചതച്ചു എന്നൊക്കെ പറയുന്നേക്കുന്ന സംഭവം സ്കീം കാര്യങ്ങളൊക്കെ ഇല്ലേ. ടോട്ടൽ ലോസ് ആയ വണ്ടികൾ സ്ക്രാപ്പിൽ നിന്ന് കൊണ്ടുവന്ന് 19 ജൂലൈ ജന്തർ മന്ദിന് അടുത്ത് അവർ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു.
അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാനൊരു വീഡിയോ കൊണ്ട് പ്ലേ ചെയ്യാം. ये जो मेरे बगल में इको खड़ी हुई है, ये पूरे प्रोटेस्ट का कह सकते हो हॉट केक बन चुकी है. रीजन क्या है, बहुत सारे लोगों को ऐसा लग रहा है कि इस गाड़ी को प्रोटेस्टर्स ने तोड़ा था, बट ऑटोमोबाइल जर्नलिस्ट के नजर से देखोगे ना तो ये गाड़ी प्रोटेस्टर्स ने तोड़ी ही नहीं है. अंडर 60 सेकेंड्स मैं ये बात प्रूव कर सकता हूँ. देखो, पहली चीज ये है कि इस गाड़ी पे इस जगह पे ना स्क्रैचेस लगे हुए हैं. अब इस जगह पे स्क्रैचेस तब आते हैं बॉडी पे जब गाड़ी स्लाइड करती है. इनफैक्ट अगर आप ऊपर की तरफ भी देखोगे तो गाड़ी पे स्क्रैचेस हैं. इस जगह पे स्क्रैचेस है, ऊपर की साइड में स्क्रैचेस है, इधर पे स्क्रैचेस है, इनफैक्ट मिरर की साइड में स्क्रैचेस है. अगर प्रोटेस्टर्स इस गाड़ी को तोड़ते तो ऊपर चढ़ के तोड़ते, ईटा फेंक के तोड़ते, उसकी वजह से स्क्रैचेस नहीं आती. गाड़ी इस साइड पलटी है ऐसे करके और पूरी रोल हो गई है, जिस वजह से आप देख सकते हो ये जो पूरी इसकी बॉर्डर लाइन होती है वो पूरी डैमेज हो चुकी है. इनफैक्ट एक और प्रूफ देता हूँ, अंदर की साइड में भी अगर आप देखोगे ना कोई भी कांच नहीं पड़ा हुआ है, मतलब गाड़ी पहले कहीं खड़ी थी वो टूटी हुई है, उसके बाद उसको यहाँ पे लगे खड़ा किया गया. ये जो कांच आप देख रहे हो ये पहले से टूटा हुआ था, जितना चिपका हुआ है उतना ही है. तो हाँ, ये गाड़ी प्रोटेस्टर्स ने नहीं तोड़ी है, ये मैं 100% प्रूफ के साथ बोल सकता हूँ. സോ എന്താണ് ഡോക്ടർ റോബൻ രാധാകൃഷ്ണൻ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? എന്തിനാണ് ടോട്ടൽ ലോസ് ആയ വണ്ടികൾ അവിടെ കൊണ്ടത്? സോ ദേ വേർ ഓൾറെഡി പ്ലാൻഡ്, പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനി ഈ പറഞ്ഞേക്കുന്ന പ്രൊട്ടസ്റ്റേഷൻ്റെ ഇടയിലോട്ട് ഈ പറഞ്ഞേക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ തന്നെ, ഐ മീൻ ഈ BJP സംഘപരിവാർ, ഇവരുടെ തന്നെ ആളുകൾ ഇതിൻ്റെ ഇടയിലോട്ട് കയറുകയും കാര്യങ്ങളൊന്നും അവർക്കിടയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഈ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഇനി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ 50 ഗ്രാം ഇതൊക്കെ പോക്കറ്റിൽ വെച്ച് തന്ന് പിടിച്ചകത്തിടുന്നും പറയുന്നേക്കുന്ന പോലീസുകാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. कसम से घर पे इधर वापिस अगर किधर मिला नहीं तो फिर मेरे साथ बेकार आदमी नहीं बिल्कुल नहीं बिल्कुल. मैं डायरेक्ट 50-50 ग्राम पाउडर डाल देगा कि जेब में. अरे नहीं नहीं हाँ, फिर गया क्या जिंदगी गया. नो जामीन. वो तो सर वो तो और ही खराब. तुम लोग की वजह से हम लोग को तकलीफ है अभी. ठीक है सर जाएंगे. मैं तो मालूम पड़ा कि फिर घूम के आ गए. नहीं तुम लोग को തന്തയില്ലാത്തവന്മാർ വന്ന് കാണിക്കുന്നുണ്ടില്ലേ? ഇനി പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് അകത്തിടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ തന്തയില്ലാത്തവന്മാരെ പറ്റിയിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കൃഷ്ണകുമാർ കുമാരേട്ടന് എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ കാണിക്കുക. ഇതാണോ ഡൽഹിയിൽ വന്നിട്ട് തൊലിക്കാനെ കൊണ്ട് നിങ്ങളൊക്കെ ഇരിക്കുന്നത്? ഇങ്ങനെയാണോ നീയൊക്കെ ഡൽഹിയിൽ തൊലിക്കാൻ പോകുന്നത്? വാവ്, വാട്ട് ദ ഫക്ക് ബ്രോ. ഇനി ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ഈ ബ്രെയിൻ വാഷ് ചെയ്യാത്ത ന്യൂസുകൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇൻസ്റ്റഗ്രാം റീൽസ് പോലും നിങ്ങൾ കാണണ്ട. ഈ ലോകം മൊത്തം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ന്യൂസ് ചാനൽസിലും മിക്കവാറുള്ള ന്യൂസ് ചാനൽസിലും നമ്മളെ പറ്റിയിട്ടുള്ള വാർത്തകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രം ഇവിടുത്തെ ഗോദി മീഡിയാസ് ചെയ്യുന്ന കാര്യം എന്താണ്? ഞാൻ കുറച്ച് ന്യൂസ് ഇങ്ങോട്ട് വെക്കാം. Human Rights Watch has urged the Indian authorities to investigate alleged police excesses in Delhi after officers forcibly dispersed thousands of protesters who were trying to march towards Parliament. They were demanding sweeping reforms to the education system and protesting paper leaks. India's government is facing its biggest youth-led challenge in years. There have been accusations of police brutality in Delhi, with reports of more than 100 youth protesters injured in anti-government demonstrations. The Cockroach Janta Party movement has garnered support from millions of Gen Zs in India. സോ ഇങ്ങനെ സ്വയം മണ്ടനായിട്ട് ഇങ്ങനെ നിൽക്കാതെ, അല്ലെങ്കിൽ ഒരു അടിമയായിട്ട് നിൽക്കാതെ ഷൂ നക്കിയായിട്ട് നിൽക്കാൻ ഇവിടെ എങ്ങനെയാണ് റോബിൻ രാധാകൃഷ്ണൻ നിങ്ങൾക്ക് ഇത്ര അഭിമാനം തോന്നുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കൃഷ്ണകുമാർ ഇവർക്കൊക്കെ എങ്ങനെയാണ് അഭിമാനം തോന്നുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. സീരിയസ്ലി എനിക്കൊരു ടൈം മെഷീൻ കിട്ടുകയാണെന്നുണ്ടായിരിക്കും 1950-കളിലോട്ടൊക്കെ ഞാൻ പോയിട്ട് നരേന്ദ്രമോദിയുടെ ഡാഡി കൂളിൽ ഒരു കോണ്ടം വാങ്ങിച്ച് ഞാൻ കൊടുത്തേനെ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ആൾക്കാർ ശബ്ദം ഉയർത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റളവയിൽ ഇൻ്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കുകയാണ്. സീരിയസ്ലി. അതുകൊണ്ട് എന്താണ് അവർ ചെയ്യുന്നത് അറിയോ? അവിടെ നിന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അതൊന്നും പുറത്തോട്ട് പോയിരിക്കും, അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നിടത്തോട്ട് പോയിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇനിയും റോബിൻ രാധാകൃഷ്ണൻ ആരെയാണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? എന്നാ മാങ്ങാത്തിലാണ് കാണിക്കുന്നത്? ഇനിയും അവിടുത്തെ മെട്രോ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ അടച്ചിട്ടേക്കാണ്. അങ്ങനത്തെ സീന് കാര്യങ്ങളൊക്കെയാണ്, ആരും അങ്ങോട്ടേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ കോടതിയിൽ നിന്ന് തന്നെ പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ്, അടച്ചിട്ട മെട്രോ സ്റ്റേഷനുകൾ തുറന്നില്ലെങ്കിൽ ഇടപെടുമെന്ന് സുപ്രീം കോടതി വന്നേക്കാണ്. സുപ്രീം കോടതിക്ക് ഈ പറയുന്ന ഇവരുടെ വീഡിയോസ് ഒന്നും കാണാൻ സമയമില്ല, സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്നതായിരുന്നു. ഇപ്പം അവർക്ക് അതായത് ഈ പോലീസുകാർ കാണിച്ചിരിക്കുന്ന ബ്രൂട്ടാലിറ്റി ഒന്നും കാണാൻ സമയമില്ല എന്ന് പറഞ്ഞേക്കായിരുന്നു.
ഇപ്പൊ ഇതിന് സമയം എന്ന് എന്തുകൊണ്ടാണെന്നറിയാവോ, ഈ കോടതിയിലോട്ട് ആൾക്കാർ എത്തണമെങ്കിൽ ഈ മെട്രോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തല്ലേ. അപ്പൊ ഇതൊക്കെ അടഞ്ഞു നടക്കുമ്പോഴത്തേക്കും ഇവർക്ക് എത്താനെ കൊണ്ട് ലേറ്റ് ആവുന്ന അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആയതിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു കാര്യം അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം ഇതിപ്പം രാവിലെ അടുത്ത ന്യൂസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ വീണ്ടും അടച്ചു തന്നെ കണ്ടിന്യൂ അങ്ങനെ തന്നെ തുടരുക പോവുകയാണെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് പിള്ളേരെ നിശബ്ദരാക്കാനെ കൊണ്ട് ഇവർ ശ്രമിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് അഭിജിത്ത് ദീപ്ക തന്നെ പറയുന്നുണ്ട്, പ്രശ്നമുണ്ടാക്കുന്നത് വിദ്യാർത്ഥികളല്ല, പുറത്തു നിന്നുള്ള ആളുകൾ. ആരാണ് ഈ പുറത്തു നിന്നുള്ള ആളുകൾ? ഞാൻ പറഞ്ഞത്, പ്രൊട്ടസ്റ്റേഴ്സിന്റെ ഇടയിലോട്ട് ഈ പറയുന്ന സംഘപരിവാർ, BJP ഇവരുടെ ആളുകൾക്കിടയിലോട്ട് ഇവർക്കൊപ്പമുള്ള ഒരാളെന്ന നിലയിലോട്ട് വന്നു കയറുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും. ആൻഡ് ദ ടിയർ ഗ്യാസ് ഇവർ യൂസ് ചെയ്തേക്കുന്ന സാധനമില്ലേ, എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ഈ ടിയർ ഗ്യാസിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ എന്ന് വെച്ചാൽ പഴക്കം കൂടുന്നത്, ഇത് കെമിക്കലല്ലേ, പഴക്കം കൂടുന്തോറും ഇതിന്റെ വീര്യം കൂടും. അപ്പോൾ ഈ ടിയർ ഗ്യാസ് അങ്ങോട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ജീവന് വരെ ആപത്താവുന്ന തരത്തിലോട്ട് ഈ കാര്യങ്ങൾ വരാം. ഇത്രയും പഴക്കമുള്ള ടിയർ ഗ്യാസ് ആണ് അവരവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ശരിക്കും ആ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ എന്താണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലാസ്റ്റ് ഒരു തരത്തിലും നടക്കുന്നില്ല എന്നുള്ള സ്ഥിതിയിലോട്ട് എത്തിയപ്പോഴത്തേക്കിന് മോദിജിയുടെ ഉറക്കം കിടന്നു, ലാസ്റ്റ് ഒരു വീഡിയോ ഇടേണ്ടതായിട്ട് വരുന്നു. ആൻഡ് എന്താണ് ഇനി അടുത്ത ഒരു പ്ലാൻ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ദേ ഓൾവേസ് ഹാവ് എ പ്ലാൻ ബി. വരും ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഭീകരമായിട്ടുള്ള വാർത്തകൾ എന്നൊക്കെ കേട്ട് നമ്മളുടെ ഇതിനെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ ഇവർ ശ്രമിക്കും. അന്ന് ബ്രിട്ടീഷുകാർ എന്താണോ ചെയ്തത് അത് തന്നെ. ഇത് ഭാരതീയ ജനതാ പാർട്ടി അല്ല, ബ്രിട്ടീഷ് ജനതാ പാർട്ടി. കാര്യം അവർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നീറ്റ് എക്സാമിൻ്റെ പരീക്ഷയിൽ 2ാം റാങ്ക് കിട്ടിയേക്കുന്ന ഒരുത്തൻ പറഞ്ഞതാണ്, ഞാൻ എന്തിന് പ്രതിഷേധിക്കാൻ പോകണം, ആ സമയം വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് കരുതി. ഇതുപോലൊരു മുതുവാണ്, മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ഇവനെ പോലുള്ള മുതുവാണങ്ങൾ. എടാ എന്തിനാടാ നീ എന്നെ പോലുള്ളവരെ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്നത്? അവൻ പഠിക്കാൻ പോകുന്നു, തൊലിച്ച് പുടയെടുക്കുക. ഇനി നേപ്പാളിൽ പ്രൊട്ടസ്റ്റ് നടന്ന സമയത്തേക്ക് ഒരുത്തൻ ഇങ്ങനെ നെഞ്ചും മരിച്ച് ഇവനുമായിട്ട് വാട്ടർ ഇതിങ്ങനെ ഒരു ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്തേക്ക് നെഞ്ചും മരിച്ച് പോയേക്കുന്ന ഒരുത്തനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ലേഡി ആ വന്നേക്കുന്ന പോലീസുമാനെ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യം ഇല്ലേ? ഈ പറഞ്ഞ കൃഷ്ണകുമാരൊക്കെ വന്നിട്ട് ഡൽഹിയിൽ തൊലിക്കുന്നു മറന്നേക്കെന്നൊക്കെ പറഞ്ഞേക്കുന്നത് നിന്നെ പോലെയുള്ള ഏപ്പരാച്ചികൾക്ക്, അടിമകൾക്ക് മുന്നിൽ അടിയറവ് പറയാനെ കൊണ്ടുള്ളതല്ലടാ നമ്മുടെ ഈ ധൈര്യം, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്ന് അത് തടഞ്ഞ്. പറഞ്ഞ മനസ്സിലല്ലേ? സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും, നമുക്ക് കിട്ടിയേ പറ്റൂ. പറഞ്ഞ മനസ്സിലായില്ലേ? എന്താണെങ്കിലും ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ പുറകെ തന്നെ ഇനി പേളിമാണിയുടെ അങ്ങനത്തെ കുറച്ച് ഈ ഡിപ്ലോമസി കീപ്പ് ചെയ്തിട്ട് ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്നവരെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.